പാൻ ഇന്ത്യ ലെവലിൽ വൈറലായ ഒരു മലയാളം പാട്ടിന്റെ കഥ പറയാം. നാട്ടുകാരനും ബാല്യകാല സുഹൃത്തുമായ സംവിധായകൻ സിബി മലയിലിനോടൊപ്പം ഒരു സിനിമ ചെയ്യണം. നിർമ്മാതാവായ ഔസേപ്പച്ചൻ വാളക്കുഴയുടെ ഈ ഒരു ആഗ്രഹം പല തടസ്സങ്ങളിൽപ്പെട്ട് ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം സിബി മലയിലിൻ്റെ വിളി വരുന്നു. എൻ്റെ തുടങ്ങാണ്ടിരുന്ന സിനിമ മാറിപ്പോയി, ഇപ്പോൾ ഞാൻ ഫ്രീ ആണ്. ഔസേപ്പച്ചൻ റെഡിയാണെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കാം. നമ്മുടെ ഫാസിലിൻ്റെ കയ്യിൽ ചിലപ്പോൾ നല്ല കഥ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഫാസിൽ സാറിനെ കണ്ട് കഥയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇരുവരും ഹൈദരാബാദിലെ ഫാസിൽ സാർ അപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന തെലുങ്ക് സിനിമയുടെ സെറ്റിലേക്ക് പോകും. പക്ഷേ ഫാസിൽ സാർ പറഞ്ഞ കഥകളൊന്നും പെട്ടെന്ന് സിനിമയാക്കാൻ പറ്റുന്നവയായിരുന്നില്ല. അങ്ങനെ ഇരുവരും നിരാശരായി. അപ്പോഴാണ് അവിടെ ഒരു തെലുങ്ക് സിനിമ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരുന്നത്. ഔസേപ്പച്ചനും സിബി മലയിലും വെറുതെ ആ തെലുങ്ക് സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നു. നല്ലൊരു കഥ തപ്പി നടക്കുകയാണല്ലോ. ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഇരുവരും അതിൻ്റെ മലയാളം റൈറ്റ്സ് വാങ്ങി കഥയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി മലയാളത്തിൽ റീമേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. മോഹൻ സിത്താരയാണ് സംഗീതമൊരുക്കുന്നത്. പുള്ളിക്കാണെങ്കിൽ തൊട്ടാ പൊള്ളുന്ന പനി. വരികൾ എഴുതുന്ന കൈതപ്പുറമാണെങ്കിൽ ജോഷി സാറിൻ്റെ കൗരവറിൻ്റെ സെറ്റിൽ സ്റ്റക്ക്. ഒരു വശത്ത് നിന്ന് സിബി സാറിൻ്റെ വിളി, മറുവശത്ത് ജോഷി സാർ. ഒടുവിൽ ട്രെയിൻ ക്യാൻസലാക്കി കൗരവറിലെ പാട്ടുകൾ എഴുതി നൽകി. പിറ്റേന്ന് രാവിലെ ഫ്ലൈറ്റ് പിടിച്ച് പാട്ടുകൾ എഴുതാനെത്തി കൈതപ്പുറം. പനി പിടിച്ചിരുന്ന മോഹൻ സിത്താര ഈണമിട്ട് അതിനനുസരിച്ച് കൈതപ്പുറം എഴുതിയ ആ വരികൾ ഇന്ന് ആലിയ ഭട്ടിലൂടെ ആൾ ഇന്ത്യ വൈറൽ. ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഒരു പാട്ട് ജന്മം കൊള്ളുന്നതെന്ന് നോക്കണേ. കുട്ടിക്കാലത്തെ രണ്ട് സുഹൃത്തുക്കൾ പിന്നീട് സിനിമ ചെയ്യാൻ തീരുമാനിച്ച് അതിന് കഥ തപ്പി അവർ ഹൈദരാബാദ് പോയി. അവിടെ ഒരു സിനിമ കണ്ട് പനി പിടിച്ചിരുന്ന ഒരാൾ കമ്പോസ് ചെയ്ത് ഇതിന് വരികൾ എഴുതാൻ വേണ്ടി ഒരാൾ ഫ്ലൈറ്റ് പിടിച്ചു വന്നിട്ട് തന്നെയും അനിയത്തിയെയും മടിയിൽ കിടത്തി മുടി തലോടി ഉറക്കുമ്പോൾ തൻ്റെ അമ്മ മൂളിയിരുന്ന ചില ഈണങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മോഹൻ സിത്താര കമ്പോസ് ചെയ്തെടുത്ത ഗാനം. ആ ഒരു സ്നേഹവും വാത്സല്യവും തലോടലുമൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കും ഫീൽ ചെയ്യും. കണ്ണടച്ച് കേട്ടാൽ ആരും മയങ്ങിപ്പോകുന്ന ഈണം, പിന്നെ നമ്മളെ മയക്കുന്ന ചിത്രചേച്ചിയുടെ ശബ്ദം. കേൾക്കുന്ന ആർക്കും ഏറ്റുപാടാൻ കഴിയുന്ന ഓരോ അമ്മമാരുടെയും മനസ്സറിഞ്ഞ് കൈതപ്പുറം എഴുതിയ അതിമനോഹരങ്ങളായ വരികൾ. 1992 ശേഷം ജനിച്ച് ഈ പാട്ട് കേട്ടുറങ്ങാത്ത ഒരു ഉണ്ണി പോലും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് വേണേൽ പറയാം. അത്രയ്ക്കും പോപ്പുലറായി മാറിയൊരു താരാട്ടുപാട്ട്. സീതാരാമയ്യഗാരി മണവാരലു എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച അതേ പെൺകുട്ടിയെ തന്നെ തപ്പിക്കണ്ടെത്തി അവളെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ സാന്ത്വനം എന്ന ഈ സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ആ 16 വയസ്സുകാരി പെൺകുട്ടി മീന. അർജുൻ്റെ അമ്മയെപ്പോലെ മക്കളെ നഷ്ടമായ അമ്മമാരെക്കുറിച്ചും കൃഷ്ണപ്രിയയെപ്പോലെ ഭർത്താവിനെ നഷ്ടമായ അമ്മമാരെക്കുറിച്ചും പറയാതെ ഇന്ന് ഈ വീഡിയോ പൂർത്തിയാക്കാനാവില്ല. ഈ പാട്ടിനെക്കുറിച്ച് വർത്താനം പറയാനാവില്ല. മക്കളെ താലോലിക്കാൻ കഴിയാതെ പോയ അമ്മമാർക്കും അമ്മമാരുടെ സ്നേഹം കൊതിക്കുന്ന മക്കൾക്കും ഈ പാട്ട് നൽകുന്നത് മറ്റൊരു ഫീല് തന്നെയായിരിക്കും.